കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർവകലാശാലയുടെ കാർഷിക പദ്ധതിയാണ് ഹരിതാലയം. വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ദം. മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി പദ്ധതി. ഭിന്നശേഷിയുള്ളവർക്ക് ഇലക്ട്രിക് വീൽചെയറുകൾ ലഭ്യമാക്കുന്നതിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് ബട്ടർഫ്ലൈസ്. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ തോട്ടങ്ങളിലേക്ക് നീങ്ങാം. ഏത് രോഗത്തിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലം ജില്ലയിൽ ബ്രേക്ക് ദ സൈക്കിൾ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഡെങ്കിപ്പനി ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രമായി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡിൻ്റെ അംഗീകാരം ലഭിച്ചത് നെയ്യാർ ഡാം കളിക്കാട് ന്യൂ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, തിരുവനന്തപുരം. കേരള ന്യൂട്രീഷൻ റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്ന ജില്ലയാണ് തിരുവനന്തപുരം. വിഷവിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനായുള്ള കൃഷി വകുപ്പിൻ്റെ പുതിയ പദ്ധതിയാണ് ജീവനി. അതിൻ്റെ മുദ്രാവാക്യം നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. നവജാത ശിശുക്കളിലെ കേൾവി വൈകല്യം പരിശോധിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായുള്ള ഒരു കേരള സർക്കാർ പദ്ധതിയാണ് ശ്രവണ സൗഹൃദ കേരളം. സംസ്ഥാന വിമുക്തി സെല്ലുമായി സഹകരിച്ച് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, VHSE, നാഷണൽ സർവീസ് സ്കീം എന്നിവർ സംഘടിപ്പിച്ച സൈക്ലത്തോണാണ് ശരിയോരം. കേന്ദ്ര സർക്കാരിൻ്റെ ജനനി ശിശു സുരക്ഷാ കാര്യക്രമം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അമ്മയും കുഞ്ഞും. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. കേരളത്തിലെ കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന ഇൻഷുറൻസ് പദ്ധതി അറിയപ്പെടുന്നത് കോംപ്രിഹെൻസീവ് ഹെൽത്ത് എന്നാണ്. ഇൻഷുറൻസ് സ്കീം ചിസ് നിർധന രോഗികളുടെ ചികിത്സാ സഹായത്തിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറിയാണ് കാരുണ്യ എന്നറിയപ്പെടുന്നത്.